പടം കണ്ട് ഇറങ്ങിയിരിക്കുകയാണ് രാഗത്തിന്. അപ്പോൾ മലയാള സിനിമയിൽ താരരാജാവായിട്ട് ലാലേട്ടൻ ഇനിയും തുടരും. ഒരു 1 month മുമ്പ് ഇറങ്ങിയ എമ്പുരാൻ ഒരു 325 കോടി അടിച്ച് വെച്ചിട്ടുണ്ട്. അത് പൊട്ടിക്കാൻ ആളൊറ്റയ്ക്ക് വന്നിട്ട് ഈ പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു താങ്ക്സ് തരുൺ മൂർത്തി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം പറയാൻ കാരണം വെച്ചാൽ നമ്മളെല്ലാവരും പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഒരു കുടുംബചിത്രം എല്ലാവരും ആ ഒരു രീതിക്ക് കണ്ടുകൊണ്ട് ആളുടെ ഒരു മാർക്കറ്റിംഗ് അങ്ങനെയായിരുന്നു. കാരണം ഒരു കുടുംബചിത്രം നോർമൽ ഒരു മൂവി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോയി ആ സിനിമയ്ക്ക് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഗൂസ് ബംസ് അതും ഓരോരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഇങ്ങനെ കിട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ആ ഫസ്റ്റ് ഡേ ഷോ കണ്ടത് നമ്മൾ അത് രാഗം തിയേറ്ററിന്ന്. അപ്പം നമ്മളത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ. കാരണം നമ്മൾ നോർമൽ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ നമുക്ക് നോർമൽ മൂവി പോലെ അതൊക്കെ അവരുടെ ആ ഒരു കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ട്. എന്ന് കഴിഞ്ഞാൽ ട്രെയിലർ കണ്ടിട്ട് ഈ പടം കൊണ്ടുപോയ ആൾക്കുള്ള ഫീല് വേറെ ആയിരിക്കും. കാരണം ട്രെയിലർ എന്ന് വെച്ചാൽ ഒരു കുടുംബമൊക്കെ ആയിട്ട് പോകണം. അവസാനം സാധനം ഇട്ട് കൊടുക്കുന്ന ട്രെയിലറിൽ ഇതിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ലാലേട്ടൻ, ഒരു കുടുംബ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ലാലേട്ടൻ, നമ്മുടെയൊക്കെ ഏജുള്ള യൂത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ലാലേട്ടൻ്റെ ടു സെഡ് മാനറിസം, കോമഡിക്ക് കോമഡി. നമ്മൾ മറ്റേ ലാലേട്ടന്റെ പഴയ വേൽമുരുക പാട്ടൊക്കെ ഇല്ലേ, അതുപോലെ കുറച്ച് അടിപൊളി സീൻസ് ഉണ്ട്. കുറെ നല്ല BGM എടുത്തു പറയാൻ ജെക്സ് ബിജോയ് നല്ല BGM, ക്യാമറ മോളിന്നൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട് ഗംഭീരം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം പേര് എഴുതി കാണിക്കുമ്പോൾ തന്നെ ആഘോഷം തുടങ്ങും. എടുത്ത രീതി, അവരാ കഥ കൊണ്ടുവരുന്നതും ഓരോ ഫോട്ടോയിലൊക്കെ കറക്റ്റായിട്ട് അപ്ഡേഷൻ വരുന്നു. ഓരോ ക്യാമറ ആംഗിൾസ് വരെ എന്താ പറയുക എല്ലാ മൂവീസിലും കാണുന്ന പോലെയല്ല. അത് ഭയങ്കര രസമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ വിചാരിക്കും മോളിൽ നിന്നൊക്കെ ഒരു ക്യാമറ എടുക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ സൈഡ് വ്യൂ ഒക്കെ വെച്ചിട്ട് അത് അടിപൊളിയുണ്ട്. കാരണം ഒരു രക്ഷയില്ല, ഓരോ ഭാഗത്തും ക്യാമറ എടുക്കുന്നത് വേറെ ലെവൽ സാധനം. പിന്നെ പെർഫോമൻസിൽ എടുക്കുകയാണെങ്കിൽ ഒരാളുടെ പെർഫോമൻസിന് മോശം പറയാൻ പറ്റില്ല. ജസ്റ്റ് ഗസ്റ്റ് റോളിൽ വന്നു പോകണ വർത്തമാനം പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ പെർഫോമൻസ് വരെ കാസ്റ്റിംഗ് കിഡുവാണ്. ലാലേട്ടൻ, ശോഭന പറയണ്ട. ഒരു മക്കളായിട്ട് അഭിനയിച്ച 2 പേര്. വില്ലൻ എടുത്തു പറയണം. ആള് മുമ്പ് അഭിനയിച്ച പടം ഏതാണെന്ന് അറിയുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്യണേ. ഞാൻ എനിക്ക് തോന്നുന്നു ആദ്യത്തെ പടമാണ്, കണ്ടിട്ടില്ല ആള്. ഇത് ഗംഭീര പെർഫോമൻസ് ആണ്. കാരണം വില്ലൻ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നായകൻ അടിക്കും. പിന്നെ ലാലേട്ടൻ ഇതിൽ ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഒറ്റയാൾ പെർഫോമൻസ് തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ആള് സീനിൽ വരുന്നത്. ഒറ്റയാണ് പെർഫോമൻസ്. ഒറ്റയ്ക്ക് വന്ന് അടിച്ചിട്ടെന്ന് പറയില്ല. കാരണം എന്താ വെച്ചാൽ 5 മിനിറ്റ് കൂടുമ്പോൾ ആൾ സ്ക്രീനിലുണ്ട്. അവര് ശോഭന അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ബിനു പപ്പു കിഡു ആണ്. എല്ലാം വരുന്ന എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ലൊക്കേഷൻ ഒക്കെ പച്ചപ്പൊക്കെ ഭയങ്കര രസമാണ്. കാടാണ്, റാന്നിയിലെ പടം നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ ഒക്കെ എടുത്തു വെച്ചിട്ടുള്ള രീതികളൊക്കെ വളരെ രസമായിട്ടുണ്ട്. പിന്നെ തെയ്യത്തിൻ്റെ റെഫറൻസ്. പിന്നെ ഏറ്റവും വിറ്റ് എന്താ വെച്ചാൽ മോഹൻലാലിന്റെ കൂടെ പടത്തിന്റെ റെഫറൻസ് കൊടുക്കുന്നുണ്ട്. കുറച്ച് കഞ്ഞി എടുക്കട്ടെ, വാഴ വെട്ടിയിട്ട പോലെ എന്തൊക്കെ എടുക്കണ്ടേ. പഴയ പടത്തുണ്ടല്ലോ, പഴയ കുറെ പടങ്ങളുടെ റിയാക്ഷൻ ശരിക്കും ഉണ്ടല്ലോ. ഇതില് ശരിക്കും എക്സ്പ്രഷന് ഭയങ്കരമായിട്ട് ചാക്ക് തട്ടിക്കാൻ സീനൊക്കെ, ചമ്മലും ആ ഒരു ഇതൊക്കെ. ഇതില് കൂടുതലും ക്ലോസപ്പ് സീൻസ് കുറെ ഉണ്ട്. കാരണം പണ്ടത്തെ ലാലേട്ടന്റെ ആ ഒരു എക്സ്പ്രഷനും മുഖത്ത് അതൊക്കെ കിട്ടാൻ വേണ്ടി തരുൺ മൂർത്തിയുടെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ക്യാമറ ആളെ മുഖത്ത് കൊണ്ട് വെച്ചേക്ക് ക്ലോസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് ലെവൽ സാധന. പിന്നെ ആളുടെ ചമ്മല് കാര്യങ്ങളും മുഖത്തെ എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ വേറെ ലെവല്. മറ്റേ വിറ്റ് ഗംഭീരമായിട്ട് തോന്നിട്ടോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോയി കഴിക്കാന്ന് പറയില്ല, ഇവിടെ പുറത്തിരുന്ന് കഴിക്കണില്ലേ. ഞാൻ പറഞ്ഞത് നിജം, കണ്ടത് നിജം. കുറെ പടത്തിന്റെ ധൈര്യമായിട്ട് ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും പോയി കണ്ട് ആഘോഷമാക്കി കാണാൻ പറ്റും. 2 മണിക്കൂർ 50 മിനിറ്റുള്ള അതിഗംഭീര സാധനം. വേറെ ലെവലാണ്. കാരണം ഇത് വെറുതെ ഒരു നമ്മളിപ്പോ ഞാനും മുകേഷ് ചേട്ടനൊക്കെ മോഹൻലാൽ ഫാൻസാ. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് പറയല്ല, നമ്മളത് കണ്ടിരിക്കുമ്പോ എന്താ പറയാ ആ ഒരു എന്താ പറയാ ചിത്രം മേക്ക് ചെയ്തത് മുതൽ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് തരുൺ മൂർത്തിയുടെ കഴിവാട്ട. തരുൺ മൂർത്തി എന്നൊരു ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസിറായി എന്നൊരു പടത്തിന്റെ കഥയത് ബെൻസ് എന്നുള്ള പേര് കൊടുക്കുക. ആ പടം ഇവർ ധൈര്യമായിട്ട് ഏൽപ്പിക്കുന്നത് തരുൺ മൂർത്തിന്. ആന്റണി പെരുമ്പ അവർ പറഞ്ഞ സംഭവമുണ്ട്. മോഹൻലാലിന്റെ ഒരു ഡയറക്ടർക്ക് കഥ കൊടുക്കുമ്പോൾ അവരൊരു ലോകം ഉണ്ടാക്കുന്നു ഡയറക്ടേഴ്സ്. ലാലേട്ടൻ ആള് പറഞ്ഞു അത്ര നിങ്ങൾ ലാലേട്ടനെ ചെയ്താൽ മതി, വേറെ ഒന്നും ചിന്തിക്കണ്ട. അങ്ങനെ ചെയ്ത പടം അതന്നെ കറക്റ്റായിട്ട് എടുത്തു വെച്ചിട്ടുള്ളൂ. രക്ഷയിലാണ്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കാലങ്ങൾക്ക് ശേഷം ലാലേട്ടാ എങ്ങനെ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നോ അത് കണ്ടു. നമ്മൾ തന്നെ ഇവിടെ രാജാവായിട്ട് തുടരും. വേട്ടപ്പട്ടികൾ കുരയ്ക്കട്ടെ. അപ്പോൾ എല്ലാവരും ടിക്കറ്റ് എടുക്കുക, സിനിമ കാണാൻ. ഒരു രീതിക്കും ഒരു എന്താ പറയുക ഒരു ലാഗോ കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. കാരണം അത്രയും അടിപൊളി മൂവിയാണ്. നല്ല തിയേറ്ററിൽ കാണാം, നല്ല സൗണ്ട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണം. നല്ല അതിന്റെ ആ ഒരു ഫീൽ ഗുഡ്, നല്ല സ്ക്രീനും. അപ്പൊ എന്താ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.